ഗോർദൻ ജദാഫിയയെ ഗുജറാത്ത് മറക്കില്ല. ഗാന്ധിയുടെ ജന്മദേശത്തെ ന്യൂനപക്ഷം, പ്രത്യേകിച്ചും പ്രവീൺ തൊഗാഡിയയ്ക്കൊപ്പം 1.5 പതിറ്റാണ്ട് നിവർന്നു നിന്ന VHP-കാരൻ, നിയമസഭാംഗം, BJP ജനറൽ സെക്രട്ടറി. ഗോത്ര കാലത്ത് മോദി മുഖ്യമന്ത്രി, ജദാഫിയ ആഭ്യന്തരമന്ത്രി. ചെറിയ കാലയളവാണെങ്കിലും അത് നിർണായക സമയമായിരുന്നു. കലാപം ആളിക്കത്തിയ സമയം. ഗൂഢാലോചനയിൽ ജദാഫിയയുടെ പങ്ക് പുറത്തായി. മന്ത്രിസ്ഥാനവും പോയി. അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായി. കേശുഭായ് പട്ടേലുമായുള്ള അടുപ്പം വിനയായി. മോദിയുമായി തെറ്റി BJP വിട്ടു. മഹാഗുജറാത്ത് ജനതാ പാർട്ടി ഉണ്ടാക്കി. ഗുജറാത്ത് പരിവർത്തൻ പാർട്ടിയോട് പിന്നീട് ലയിച്ചു. 2012-ൽ BJP-ക്കെതിരെ തൊഗാഡിയ വരെ പ്രചരണത്തിനെത്തി ജദാഫിയയ്ക്ക് വേണ്ടി. സംഘാടന മികവിനും കൂർമ്മ ബുദ്ധിക്കും പേരുകേട്ട ജദാഫിയയുടെ ബുദ്ധി ഉപയോഗിക്കപ്പെട്ടു ഗോത്ര കലാപത്തിൽ എന്നാണ് വിമർശനം. പോലീസ് പക്ഷപാതിത്വത്തിൽ ജദാഫിയൻ ഇടപെടലുണ്ടായെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. കാലങ്ങൾക്ക് ശേഷം മോദി പ്രധാനമന്ത്രിയായ 2014-ൽ ജദാഫിയയെ തിരിച്ചെത്തിച്ചു അമിത്ഷാ. വഷളായിരുന്ന ബന്ധം പുതുക്കി. പൊതു തെരഞ്ഞെടുപ്പിന് മുന്നേ 2018-ൽ സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്താൻ UP-യിലെത്തിച്ചു. 2019-ൽ അത് ഗുണം ചെയ്തു. ജദാഫിയയുടെ രാഷ്ട്രീയ ഭാവി അപ്പോഴേക്കും അസ്തമിച്ചിരുന്നു. നരോദ പാട്ടിയ, ഗുൽബർഗ സൊസൈറ്റി, ഇഹ്സാൻ ജാഫ്രി വധം, ഇതിലെല്ലാം ജദാഫിയ, ബാബു ബജ്രംഗി, കോഡ്നാനി എന്ന പേരുകൾ മറക്കില്ല ജനം. എത്ര മായ്ച്ചാലും ചരിത്രത്തിൽ നിന്നത് മാഞ്ഞു പോകില്ല. സബർമതി എക്സ്പ്രസ് ട്രെയിൻ ബോഗി കത്തിയതിൽ ഗൂഢാലോചനയില്ലെന്ന് ജസ്റ്റിസ് UC ബാനർജി കമ്മീഷൻ കണ്ടെത്തിയത് അന്ന് വിവാദമായി. ഗുജറാത്ത് ഹൈക്കോടതി ജഡ്ജ് KG ഷായെയാണ് ആദ്യം മോദി കമ്മീഷനാക്കിയത്. ഇതിൽ വിമർശനമുയർന്നപ്പോൾ ജസ്റ്റിസ് GT നാനാവതി വന്നു. കലാപം തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടായെന്നും നാനാവതി കമ്മീഷൻ പല വസ്തുതകളും വിട്ടുകളഞ്ഞെന്നും അന്ന് കേന്ദ്രം നിയോഗിച്ച UC ബാനർജി കമ്മീഷൻ പറഞ്ഞു. ഈ റിപ്പോർട്ട് ഗുജറാത്ത് ഹൈക്കോടതി തള്ളി. SITയും സംസ്ഥാനവും കമ്മീഷനെതിരായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അതേ ഉമേഷ് ചന്ദ്ര ബാനർജിയുടെ മകൻ അമിതേഷ് ബാനർജിയെ കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജാക്കാൻ സുപ്രീം കോടതി കൊളീജിയം ശുപാർശ ചെയ്തു. അപ്പോഴേക്കും രാജ്യം BJP ഭരിച്ചു. 3 വട്ടം കൊളീജിയം നിർദ്ദേശിച്ചു. കേന്ദ്രം തടഞ്ഞുവെച്ചു. നരോദ പാട്യ പോലീസ് ക്യാമ്പിൽ സഹായം അഭ്യർത്ഥിച്ചെത്തിയ മുസ്ലിങ്ങളെ ഒഴിവാക്കി വിട്ടെന്നും തീവ്ര ഹിന്ദു സംഘടനകൾക്ക് അവർ ഇരയായി കൊല്ലപ്പെട്ടെന്നും അതിന് ബജ്രംഗദൾ നേതൃത്വം നൽകിയെന്നും അക്കാലത്തെ ഗുജറാത്ത് DGP പിന്നീട് തുറന്നു പറഞ്ഞു. കൊലയിൽ പശ്ചാത്താപമില്ലെന്ന് ബാബു ബജ്രംഗി വെളിപ്പെടുത്തുന്ന സ്റ്റിംഗ് ഓപ്പറേഷൻ തെഹൽക്കയും പുറത്തുവിട്ടു. ട്രെയിൻ കത്തിച്ചത് ആസൂത്രിതമെന്നും മണ്ണെണ്ണ കൊണ്ടുവന്നതിന് തെളിവുണ്ടെന്നും പോലീസ് കമ്മീഷണറായിരുന്ന രാകേഷ് അസ്താന പറഞ്ഞെന്നും സംഭവത്തിന് പാക് ബന്ധമുണ്ടാക്കിയത് IB ജോയിന്റ് ഡയറക്ടർ രാജേന്ദ്ര കുമാറാണെന്നും മുൻ DGP RB ശ്രീകുമാർ പിന്നീട് എഴുതി. ശ്രീകുമാറും ടീസ്റ്റ സെത്തൽവാദും രാജ്യദ്രോഹത്തിന് പിന്നീട് അറസ്റ്റിലുമായി. ഗുജറാത്ത് കലാപവും ബാബറി തകർച്ചയും സൃഷ്ടിച്ച മതേതര മുറിവിനെക്കുറിച്ച് BJP-യുടെ എക്കാലത്തെയും വലിയ നേതാവ് AB വാജ്പേയി മനസ്സ് തുറന്നിട്ടുണ്ട്. പിന്നീട് മസ്ജിദ് തകർത്തതിൽ രഥയാത്ര നടത്തി അതിന് തുടക്കമിട്ട LK അദ്വാനി തന്നെ ഖേദിച്ചതും നാം കണ്ടു. എന്നാൽ നരോദാഗാമിൽ 11 മുസ്ലിങ്ങളെ കൊന്ന കേസിൽ മായ കോഡ്നാനി, ബാബു ബജ്രംഗി, VHP നേതാവ് ജയ്ദീപ് പട്ടേൽ അടക്കം 67 പ്രതികളെ കോടതി വെറുതെ വിട്ടു. 36 ശിശുക്കളടക്കം കൊല്ലപ്പെട്ട കേസിൽ അറസ്റ്റിലായ മന്ത്രി കോഡ്നാനി ഭരിച്ചത് ശിശു വനിതാ വകുപ്പായിരുന്നു. മാധ്യമപ്രവർത്തകൻ കരൺ താപ്പറിന്റെ ചോദ്യത്തിന് മുന്നിൽ വിളറിയ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയായപ്പോൾ കലാപത്തെക്കുറിച്ചുള്ള BBC ഡോക്യുമെന്ററി ദ മോഡി ക്വസ്റ്റ്യൻ നിരോധിക്കപ്പെട്ടു. ഇപ്പോഴും പല ചോദ്യങ്ങളിലും ദുരൂഹബാക്കികളുണ്ട്. സഞ്ജീവ് ഭട്ടിനെതിരായ വേട്ടയാടലടക്കം. നാടകീയതകളുടെ ഈ പശ്ചാത്തലത്തിലാണ് എമ്പുരാൻ സിനിമ തുടങ്ങുന്നത്.
കോഡ്നാനിയെയും ബജ്രംഗിയെയും മറന്നു തുടങ്ങിയ ജനതയുടെ ഓർമ്മയിലേക്ക് പൃഥ്വിരാജ് സിനിമ പലതും തിരികെ എത്തിച്ചത് പ്രകോപനമായി. ഈ വിദ്വേഷത്തിൻ്റെ കാരണം ചരിത്രപരമാണ് എന്നർത്ഥം. പൊതുവെ വളരെ അപൂർവം വിഷയങ്ങളിൽ മാത്രം പ്രതികരിക്കാറുള്ള RSS മുതിർന്ന നേതാക്കൾ എമ്പുരാനിൽ ആദ്യമേ പ്രതിഷേധിച്ചു. സിനിമ അടിവേരിനെ ചെന്ന് തൊട്ടിരിക്കും. വളച്ചൊടിച്ച കഥയുള്ള വികലചരിത്ര വിദ്വേഷ സിനിമകളായ ദ കശ്മീർ ഫയൽസും ദ കേരള സ്റ്റോറിയും പ്രൊമോട്ട് ചെയ്തത് ആരെന്ന് നമുക്കറിയാം. 2022 മാർച്ച് 15 മോദി പറഞ്ഞു, കശ്മീർ ഫയൽസ് നല്ല സിനിമയാണ്, എല്ലാവരും കാണണം, ഇതുപോലുള്ള സിനിമകൾ നിർമ്മിക്കപ്പെടണം. അതേ മനുഷ്യർ തന്നെ കലാമൂല്യമോ മനോഹര ചിത്രമെന്നോ വിശേഷിപ്പിക്കാനാവാത്ത ഒരു ടിപ്പിക്കൽ കമേഴ്സ്യൽ ചിത്രമായ എമ്പുരാനെ എതിർത്തു. ഏതായാലും 200 കോടി ക്ലബിലെത്താൻ ഈ വിദ്വേഷ പ്രചാരണത്തിന് സാധിച്ചു. അതാണ് ഈ സെല്ലുലോയിഡ് വിവാദങ്ങളുടെയെല്ലാം ബാലൻസ് ഷീറ്റ് വണ്ടർ.